ലോക പോലീസിന്റെ ഭീഷണി, ആഭ്യന്തര വിഷയങ്ങളിൽ കടന്നുകയറുള്ള കുതന്ത്രങ്ങൾ, ഇപ്പോൾ പൊട്ടിക്കുമെന്നുള്ള വിരട്ടൽ, സാമ്പത്തികമായി തളർത്താനുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, ഇതിനെയെല്ലാം അതിജീവിച്ചാണ് ഇന്നത്തെ ഇറാൻ ഈ കരുത്ത് ഊട്ടിയുറപ്പിച്ചത്. പശ്ചിമേഷ്യയിൽ പുതിയ ശക്തി സന്തുലിതാവസ്ഥ. ചൈനയുമായി കൈകോർത്ത് ഇറാൻ തന്ത്രപരമായ മുന്നേറ്റത്തിലേക്ക്. നമസ്കാരം. ലോക രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദു വീണ്ടും പശ്ചിമേഷ്യയാകുന്നു. അമേരിക്കയുമായുള്ള നിർണായകമായ ആണവ ചർച്ചകൾ പുനരാരംഭിക്കുന്ന വേളയിൽ ചൈനയുമായുള്ള പ്രതിരോധ സഹകരണം ശക്തമാക്കി ഇറാൻ ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകുകയാണ്. ഇത് വെറുമൊരു സൈനിക ഇടപാടല്ല, മറിച്ച് പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് പകരമായൊരു ഭൗമ രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ ഇറാൻ തലകുനിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ടെഹ്റാനിൽ നിന്നും ബീജിംഗിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കിഴക്കൻ ശക്തിയായ ചൈനയുമായി ചേർന്ന് ഒരു പുതിയ പ്രതിരോധ കവചം തീർക്കുകയാണ് ഇറാൻ. അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ സജീവമാകുന്ന ഈ ഘട്ടത്തിൽ ചൈനയുമായുള്ള ഈ അടുപ്പം ഇറാന് വലിയൊരു നയതന്ത്ര വിജയമാണ് സമ്മാനിക്കുന്നത്. തങ്ങൾക്ക് ചൈന എന്ന ശക്തമായൊരു ബദൽ ഉണ്ട് എന്ന് കാണിക്കുന്നതിലൂടെ ചർച്ചകളിൽ പാശ്ചാത്യ നിബന്ധനകൾക്ക് വഴങ്ങാതെ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറാന് സാധിക്കുന്നു. ഈ സഹകരണം കേവലം ആയുധങ്ങൾ വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. സാങ്കേതിക വിദ്യ കൈമാറ്റം, രഹസ്യാന്വേഷണ വിവരങ്ങളുടെ പങ്കുവയ്ക്കൽ, സൈബർ സുരക്ഷ എന്നിവ ഇതിന്റെ ഭാഗമാണ്. പാശ്ചാത്യ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ തന്നെ പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ഇറാന്റെ ലക്ഷ്യം ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നു. അന്താരാഷ്ട്ര ശക്തി കേന്ദ്രങ്ങളുമായി ബന്ധം വൈവിധ്യമാക്കാനുള്ള ഇറാന്റെ ശ്രമമായാണ് വിദഗ്ധർ ഇതിനെ കാണുന്നത്. സാമ്പത്തികവും സാങ്കേതികവുമായ സഹകരണത്തിനു പുറമെ പ്രതിരോധ രംഗത്തും ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നത് വഴി അമേരിക്കൻ ഏകപക്ഷീയതയെ മറികടക്കാൻ ഇറാന് സാധിക്കുന്നു. ലോകം ഇനി വാഷിംഗ്ടണിന്റെ മാത്രം താളത്തിനൊത്ത് തുള്ളില്ല എന്ന് ഈ സഖ്യം അടിവരയിട്ട് ഉറപ്പിക്കുന്നു. അമേരിക്ക ഇറാനുമേൽ കടുത്ത നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പരസ്പര ബഹുമാനം എന്ന മൂല്യത്തിന് ഇറാൻ ഊന്നൽ നൽകിക്കൊണ്ടാണ് പ്രതികരിക്കുന്നത്. ഇറാനും ചൈനയും തമ്മിലുള്ള ഈ ബന്ധം പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയെ ഇറാന് അനുകൂലമാക്കി മാറ്റിമറിക്കുകയാണ്. ഇത് മേഖലയിൽ ഇറാനുള്ള സ്വാധീനം വർദ്ധിപ്പിക്കുകയും ശത്രു രാജ്യങ്ങളുടെ ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ തളർത്താമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ വ്യാമോഹങ്ങൾക്കാണ് ഈ ചൈന ഇറാൻ സഖ്യം അന്ത്യം കുറിക്കുന്നത്. സ്വന്തം പരമാധികാരവും സുരക്ഷയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ നയതന്ത്ര നീക്കങ്ങൾ വരും ദശകങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കും. ഏറ്റവും പുതിയ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ ഇറാൻ തങ്ങളുടെ നയതന്ത്ര പ്രതിരോധ തന്ത്രങ്ങളിലൂടെ വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ ഉപരോധങ്ങളെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള ഇറാന്റെ ഈ കരുനീക്കങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. ലോകം ഒരു പുതിയ ശക്തി സന്തുലിതാവസ്ഥയിലേക്ക് മാറുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിശക്തമായ തിരിച്ചടികളിലൂടെയും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും ഇറാൻ ആഗോളതലത്തിൽ കൂടുതൽ കരുത്താർജിക്കുന്നു. ചൈനയുമായുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിച്ചുകൊണ്ടും അമേരിക്കയുടെ ഏകപക്ഷീയമായ സമ്മർദ്ദങ്ങൾക്ക് ബദൽ തീർത്തുകൊണ്ടും ഇറാൻ നടത്തുന്ന ഈ മുന്നേറ്റം ലോകം ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ്. ഇന്നത്തെ ലോകക്രമത്തിൽ ഇറാൻ വെറുമൊരു പ്രാദേശിക ശക്തിയല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന നിർണായക പങ്കാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയുമായുള്ള ഇറാന്റെ 25 വർഷത്തെ തന്ത്രപരമായ കരാർ വെറുമൊരു കടലാസ് രേഖയല്ല, മറിച്ച് പ്രായോഗികമായ ഒരു പ്രതിരോധ കവചമായി മാറിക്കഴിഞ്ഞു. അമേരിക്കയുടെ ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്തുമെന്ന് കരുതിയവർക്ക് ഇവിടെയാണ് തെറ്റിയത്. ഇത് ഉപരോധങ്ങൾ തോൽക്കുന്നയിടം. ചൈനയുമായുള്ള എണ്ണ വ്യാപാരവും നിക്ഷേപ കരാറുകളും വഴി ഇറാൻ തങ്ങളുടെ സാമ്പത്തിക ഭദ്രതയാണ് ഉറപ്പാക്കിയത്. ഡോളറിനെ ഒഴിവാക്കി പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്തുന്നതിലൂടെ അമേരിക്കൻ സാമ്പത്തിക ആയുധങ്ങളുടെ മുനയൊടിക്കാൻ ഇറാന് സാധിച്ചു. ആണവ ചർച്ചകൾ പുനരാരംഭിക്കുന്ന ഈ വേളയിൽ ഇറാൻ ചർച്ചാമേശയിൽ ഇരിക്കുന്നത് വലിയൊരു ശക്തിയുടെ ആത്മവിശ്വാസത്തോടെയാണ്. ചൈനയുമായുള്ള പ്രതിരോധ സഖ്യം ഇറാന്റെ കൈകൾക്ക് കൂടുതൽ കരുത്തു പകരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരവും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിൽ ഇറാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് എല്ലാ കാലവും സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പുതിയ അച്ചുതണ്ട് രൂപപ്പെട്ടത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സ്വാധീനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ ഇറാന്റെ സജീവ സാന്നിധ്യം ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഇറാന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. പ്രതിരോധ രംഗത്ത് ചൈനീസ് സാങ്കേതിക വിദ്യ കൂടി ചേരുന്നതോടെ ഇറാന്റെ മിസൈൽ, ഡ്രോൺ സംവിധാനങ്ങൾ കൂടുതൽ വിനാശകാരിയായി മാറിയിരിക്കുന്നു എന്ന് സാരം. ഇത് ഇറാന്റെ ശത്രുക്കൾക്ക് കൃത്യമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. സ്വന്തം മണ്ണും ജനതയും സംരക്ഷിക്കാൻ ഇറാൻ ഇപ്പോൾ കൂടുതൽ സജ്ജമാണ്.
ലോക രാഷ്ട്രീയത്തിലെ കളി നിയമങ്ങൾ ഇറാൻ മാറ്റിമറിച്ചിരിക്കുകയാണ്. പാശ്ചാത്യ സമ്മർദ്ദങ്ങൾ ഇറാന്റെ വളർച്ചയെ തടയുന്നതിനു പകരം കൂടുതൽ ശക്തമായ ആഗോള സഖ്യങ്ങളിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നു. ഒരു ബഹുധ്രുവ ലോകത്തിന്റെ ഉദയത്തിൽ ഇറാന്റെ പങ്ക് ഇനി ആർക്കും നിഷേധിക്കാനാവില്ല എന്ന് സാരം. അമേരിക്കയുടെ മാക്സിമം പ്രഷർ തന്ത്രത്തിന് ഇറാൻ മറുപടി നൽകുന്നത് തന്ത്രപരമായ ക്ഷമയിലൂടെയും പുതിയ സഖ്യങ്ങളിലൂടെയുമാണ്. ചൈനീസ് നിക്ഷേപം ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ വൻ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അമേരിക്കൻ ഉപരോധങ്ങൾ വെറും കടലാസ് പുലികളായി മാറുന്നു. ഡോളറിനെ ഒഴിവാക്കിയുള്ള വ്യാപാരം ഇറാന്റെ സാമ്പത്തിക പരമാധികാരം ഉറപ്പിക്കുന്നു. ആണവ കരാർ സംബന്ധിച്ച ചർച്ചകളിൽ ഇറാൻ ഇന്ന് മുൻപന്തിയിലാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭീഷണികൾക്ക് വഴങ്ങുന്നതിനു പകരം ചൈനയെ പോലൊരു വൻ ശക്തിയുടെ പിന്തുണയോടെ സ്വന്തം നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഇത് ഇറാന്റെ നയതന്ത്ര വിജയം തന്നെയാണ്. പ്രതിരോധ രംഗത്ത് ചൈനയുമായുള്ള സാങ്കേതിക കൈമാറ്റം ഇറാന്റെ സൈനിക ശക്തിയെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. റഡാർ സംവിധാനങ്ങൾ, സൈബർ സുരക്ഷ, ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവയിൽ ഇറാൻ കൈവരിച്ച മുന്നേറ്റം മേഖലയിലെ ശത്രുക്കളെ ആശങ്കയിലാഴ്ത്തുന്നുമുണ്ട്. ലോകം ഇന്ന് ഇറാന്റെ പ്രതിരോധ മികവിനെ ആദരവോടെയാണ് നോക്കിക്കാണുന്നത്. ഇറാൻ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ രൂപീകരിക്കുന്ന പുതിയ സഖ്യം പശ്ചിമേഷ്യയിൽ പുതിയൊരു സുരക്ഷാ ക്രമം സൃഷ്ടിക്കുകയാണ്. പാശ്ചാത്യ ഇടപാടുകൾ ഇല്ലാതെ തന്നെ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ രാജ്യങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ തെളിയിക്കുന്നു.